അതുപോലെ ഇപ്പോൾ കഴ്സനെ കുറിച്ച് വേണമെങ്കിൽ PSC ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇപ്പോഴത്തെ ചോദ്യ രീതി വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ് കഴ്സൺ, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയാണ് കഴ്സൺ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച കഴ്സനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത്. ഇതിൽ ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 1, 2, 3 ശരിയാണ്, 4ാമത്തെ തെറ്റാണ്. ഇപ്പോൾ തെറ്റായത് ഏത് എന്ന് വെച്ചാൽ 4 മാത്രം തെറ്റാണ്, ബാക്കി 3 ശരിയാണ്. ഇതാണ് പുതിയൊരു ചോദ്യം ചോദിക്കേണ്ട രീതി. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അങ്ങനെ ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് 1901 കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1901 കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ കാര്യവും അതിനു മുമ്പ് ലണ്ടനിൽ പോയ കാര്യവും ഒക്കെയാണ് പറഞ്ഞു പോയത്. ഞാനിന്നിപ്പോൾ 1902 വരികയാണ്. 1902 ഞാൻ കോൺഗ്രസിനെ കുറിച്ചല്ല പറയുന്നത്. 1902 ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു വിപ്ലവ സംഘടനയെ കുറിച്ചാണ്. ബംഗാളിൽ അനുശീലൻ സമിതി എന്ന പേരിൽ ഒരു വിപ്ലവ സംഘടന ഉണ്ടായി. 1902 കൊൽക്കത്തയിൽ അനുശീലൻ സമിതി രൂപീകരിച്ചു. ബരീന്ദ്രകുമാർ ഘോഷും BN മിത്രയും ചേർന്നിട്ട്. ബരീന്ദ്രകുമാർ ഘോഷും BN മിത്രയും ചേർന്നിട്ടാണ് 1902 കൊൽക്കത്തയിൽ അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചത്. അതുപോലെ തന്നെ കൽക്കത്ത എന്ന് പറയുന്ന കാലത്ത് വിപ്ലവകാരികളുടെ ഒരു കേന്ദ്രമായിട്ട് ഇങ്ങനെ വരികയായിരുന്നല്ലോ. അവിടെ ഒരു സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്താണ്. സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചു അശ്വനി കുമാർ ദത്ത്. അതുപോലെ 1903 ആയപ്പോൾ കൊൽക്കത്തയിലൊരു സ്വദേശി സ്റ്റോർ ആരംഭിച്ചു. സ്വദേശി വസ്തുക്കൾ വിൽക്കുന്നതിനും സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സ്വദേശി സ്റ്റോർ ആരംഭിച്ചു PC റോയ്, പ്രഫുല്ലചന്ദ്ര റോയ്. PC റോയിയാണ് സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് 1903. ദെൻ അവിടുന്ന് 1904 വരികയാണെങ്കിൽ 1904 മഹാരാഷ്ട്രയിൽ ഒരു വിപ്ലവ സംഘടന ഉണ്ടായി. 1904 മഹാരാഷ്ട്രയിൽ നമ്മുടെ ഗണേശ് സവർക്കറും VD സവർക്കറും ചേർന്ന് അഭിനവ ഭാരത് എന്ന പേരിൽ ഒരു വിപ്ലവ സംഘടന ആരംഭിച്ചു. ഗണേശ് സവർക്കറും അദ്ദേഹത്തിൻ്റെ ബ്രദർ നമ്മൾ ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന VD സവർക്കർ, വിനായക ദാമോദർ സവർക്കർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അഭിനവ ഭാരത്, മിത്ര മണ്ഡൽ എന്നീ സംഘടനകൾ രൂപീകരിച്ചത്. അപ്പോൾ അഭിനവ ഭാരത് രൂപീകരിച്ചു, ഒപ്പം തന്നെ മിത്ര മണ്ഡൽ എന്ന സംഘടന രൂപീകരിച്ചതും ഇവരാണ്. പിന്നീട് VD സവർക്കർ ലണ്ടനിലേക്ക് പോവുകയും 1911 ലണ്ടനിൽ വെച്ച് മാഡം ബിക്കാച്ചി കാമയുമായി ചേർന്ന് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു. 1911 ലണ്ടനിൽ വെച്ച് VD സവർക്കർ മാഡം ബിക്കാച്ചി കാമ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന മാഡം ബിക്കാച്ചി കാമയുമായി ചേർന്ന് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ സവർക്കറെ കുറിച്ച് കാണുന്നത് സവർക്കർ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. വിപ്ലവ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അങ്ങനെയാണ് അദ്ദേഹം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നു. ശിക്ഷയെല്ലാം കഴിഞ്ഞ് അത് പകുതിയോടുകൂടി തന്നെ അദ്ദേഹം മാപ്പൊക്കെ എഴുതി കൊടുത്ത് തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രത്നഗിരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായി തീർന്നൊരു പുസ്തകം എന്ന് പറയുന്നത് 1857 വിപ്ലവത്തെ ബന്ധപ്പെടുത്തി അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. 1857 വിപ്ലവം ബ്രിട്ടീഷ് ചരിത്രകാരന്മാരൊക്കെ ശിപ്പായിലകള എന്ന് വിശേഷിപ്പിച്ച ഒരു കലാപം. അപ്പോൾ അത് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ആദ്യമായി പറഞ്ഞ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് VD സവർക്കറാണ്. അപ്പോൾ 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതി VD സവർക്കർ. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് പ്രസ്താവിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് VD സവർക്കർ എന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ പറയാൻ കാരണം 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വി ഡി സവർക്കർ അല്ല. 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി പറഞ്ഞത് കാറൽ മാർക്സാണ്. ഇന്ത്യയിൽ 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് തന്നെ മാർക്സ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ലേഖനം എഴുതുന്നുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നു. അപ്പോൾ 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി പറഞ്ഞത് വി ഡി സവർക്കർ എന്ന് പറയരുത്. കാരണം 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി പറഞ്ഞ ഇന്ത്യക്കാരനാര് എന്ന് ചോദിച്ചാൽ മാത്രം വി ഡി സവർക്കർ എന്ന് പറയുക. അല്ലാതെയാണ് ചോദ്യമെങ്കിൽ ഉത്തരം കാറൽ മാർക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ വി ഡി സവർക്കറെ കുറിച്ച് പറഞ്ഞത് 1904 അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചു വി ഡി സവർക്കർ. ഇനി ആ വർഷം ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിൻ്റെ ഭാഗത്ത് നിന്ന് ചില നടപടിക്രമങ്ങൾ ഇന്ത്യയിലുണ്ടാവുന്നു. അദ്ദേഹം 1904 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിക്കുന്നു. 1904 കഴ്സൺ ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷൻ നിയമിക്കുകയും ആ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് വളരെയധികം സംഭാവന നൽകുന്ന ഒരു വൈസ്രോയി ആയിട്ട് മാറുകയും ചെയ്യുന്നു കഴ്സൺ. 1904 ഇന്ത്യയിൽ കഴ്സൺ ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്, അല്ല, അത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. എന്നാൽ അതാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് കഴ്സൺ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ്. അതെപ്പോഴായിരുന്നു? അത് 1904 ഇനി അതുപോലെ 1904 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നു കഴ്സൺ. 1904 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത് കഴ്സനാണ്. എന്നിട്ട് കഴ്സൺ അതിൻ്റെ ഡയറക്ടറായിട്ട് 1904 കഴ്സൺ ആരംഭിച്ച ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത് ജോൺ മാർഷലിനെയാണ്. അപ്പോൾ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ ഡയറക്ടർ ജോൺ മാർഷലാണ്. ഈ ജോൺ മാർഷലും സംഘവും തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി R.D. ബാനർജി, ദയറാം സാഹ്നി എന്നിവർക്ക് സഹായകമായത്. അപ്പോൾ 1921 R.D. ബാനർജി, ദയറാം സാഹ്നി എന്നിവർ നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാര പ്രദേശങ്ങൾ കണ്ടെത്തി തുടങ്ങുന്നത്, ഹാരപ്പയും മോഹൻജദാരോ ഒക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുള്ള തുടക്കം എന്ന് പറയുന്നത് ഈ കഴ്സൺ ആരംഭിച്ച ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യ ഡയറക്ടറായിരുന്നത് ജോൺ മാർഷൽ എന്ന് പറയുന്ന ആളാണ്. എന്നാൽ ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് അത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ പേരാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് പറയുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഇന്ത്യയിൽ ഈ പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. അത് കാനിങ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് ആണ് ഇന്ത്യയിൽ ശരിക്കും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ ആരംഭിക്കുന്നത്. അശോകൻ്റെ ശാസനമൊക്കെ അക്കാലത്താണ് കണ്ടെത്തുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രത്തിന് വളരെയധികം വളർച്ച ഉണ്ടായി തുടങ്ങിയത് ഏതോടുകൂടിയാണ്? കഴ്സൺ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതോടുകൂടിയാണ്. അങ്ങനെ അതുപോലെ ഇന്ത്യൻ കോയിനേജ് ആൻഡ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് കൊണ്ടുവരുന്നു കഴ്സൺ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നതും കഴ്സനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഴ്സനും തിരുവിതാംകൂറുമായിട്ടൊരു ബന്ധം നമ്മൾ പറയുന്നുണ്ട്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി എന്ന് പറയുന്നത് കഴ്സനാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ. അപ്പോൾ കഴ്സൺ തിരുവിതാംകൂർ വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ ഇവിടെ കേരളത്തിൽ കാണാൻ കൊള്ളാം നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ നേരെ ആലപ്പുഴ കൊണ്ടുപോയി. അദ്ദേഹം ആലപ്പുഴ കണ്ടു. അദ്ദേഹത്തിന് ആലപ്പുഴ അങ്ങ് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആലപ്പുഴ കണ്ടപ്പോൾ അദ്ദേഹം മുൻപ് കണ്ടിട്ടുള്ള ഒരു യൂറോപ്യൻ നഗരത്തിൻ്റെ പേരിൽ അദ്ദേഹം ആലപ്പുഴയെ വിളിച്ചു വെനീസ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിൻ്റെ വെനീസ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചു കഴ്സൺ പ്രഭു. അപ്പോൾ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഈ കഴ്സൺ പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ, വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ കഴ്സൺ പറഞ്ഞിട്ട് വരുന്നത്, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ്, അല്ലാതെ ഹിമാലയത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുവാനല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴ്സൺ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ്, അല്ലാതെ ഹിമാലയത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുവാനല്ല. എൻ്റെ മുൻഗാമികൾ ചെയ്തതുപോലെ തോക്കും ബയണറ്റും കൊണ്ട് തന്നെ ഞാൻ ഈ ജനതയെ ഭരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴ്സൺ വരുന്നത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു പണി ചെയ്തു. എന്ത് പണിയായത്? അദ്ദേഹം 1905 ബംഗാളിനെ വിഭജിച്ചു.
അപ്പോൾ ബംഗാളിലാണ് അക്കാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ. ബംഗാളിൻ്റെ കിഴക്ക് ഭാഗത്ത് കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്, പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് ഹിന്ദുക്കൾ. അപ്പോൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ വിഭജിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ആ സാമ്രാജ്യത്തിനെയും കഴ്സൺ ഇവിടെ നടപ്പിലാക്കുന്നു. ബംഗാളിൻ്റെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളെയും പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഹിന്ദുക്കളെയും തമ്മിൽ വിഭജിക്കുന്നതിന് വേണ്ടി കഴ്സൺ ബംഗാളിനെ വിഭജിച്ചു. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയാണ് കഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു കണ്ണിങ് ജക്കാൾ, ബുദ്ധിമാനായ കുറുനരി. കണ്ണിങ് ജക്കാൾ എന്നറിയപ്പെടുന്നത് കഴ്സനാണ്. ഇനി നമ്മൾ പറയാറുണ്ട്, ഒരു മുഗൾ ചക്രവർത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അദ്ദേഹം വിഭജിച്ചു ഭരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. ആരാത്? ഔറംഗസീബ് അല്ലേ? ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു കഴ്സൺ. അതുകൊണ്ട് കഴ്സനെ വിളിക്കുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന കഴ്സൺ പ്രഭുവാണ്. കണ്ണിങ് ജക്കാൾ എന്നറിയപ്പെടുന്ന കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സനെ വിളിച്ചുവെങ്കിൽ ആരാ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ? ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ആളാണ് ബാബർ. ആ ബാബറിൻ്റെ പേരിൽ നമ്മളൊരു ബ്രിട്ടീഷ് ഭരണാധികാരിയെ വിളിക്കുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ആൾ റോബർട്ട് ക്ലൈവ് അല്ലേ? 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ആളാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈവിനെ നമ്മൾ വിളിക്കുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ. കാരണം ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് പറയുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. റിച്ചാർഡ് മാർക്വിസ് വെല്ലസ്ലി എന്ന വെല്ലസ്ലി പ്രഭുവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് പറയുന്നത് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് പറയുന്നത് വെല്ലസ്ലി പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് പറയുന്നത് കഴ്സൺ പ്രഭു. അപ്പോൾ കഴ്സൺ എങ്ങനെ ഔറംഗസീബായി? കഴ്സനാണ് 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ബംഗാൾ. അപ്പോൾ കഴ്സൺ പറയുന്നത് ഭരണസൗകര്യത്തിന് വേണ്ടിയാണ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊവിൻസാണ് ബംഗാൾ. ആ പ്രൊവിൻസ് ഒറ്റയ്ക്ക് ഭരിക്കുക ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ബംഗാളിനെ വിഭജിക്കുന്നു എന്നൊക്കെ കഴ്സൺ പറയുന്നത്. പക്ഷേ കഴ്സൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറയ്ക്കുക. ആ ഉദ്ദേശത്തോടുകൂടിയാണ് കഴ്സൺ 1905 ബംഗാളിനെ വിഭജിക്കുന്നത്. അപ്പോൾ ബംഗാളിനെ കഷ്ണമാക്കി കഴ്സൺ അല്ലേ? അങ്ങനെ ഓർത്ത് വയ്ക്കാൻ നമുക്ക്. ഇനി അതുപോലെ ഇപ്പോൾ കഴ്സനെ കുറിച്ച് വേണമെങ്കിൽ PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇപ്പോഴത്തെ ചോദ്യ രീതി വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ് കഴ്സൺ അല്ലേ? തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയാണ് കഴ്സൺ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച കഴ്സനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത്. ഇതിൽ ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം അല്ലേ? ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ 1, 2, 3 ശരിയാണ്, 4ാമത്തെ തെറ്റാണ്. അപ്പോൾ തെറ്റായത് ഏത് എന്ന് വെച്ചാൽ 4 മാത്രം തെറ്റാണ്, ബാക്കി 3 ശരിയാണ്. ഇതാണ് പുതിയൊരു ചോദ്യം ചോദിക്കേണ്ട രീതി. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അങ്ങനെ ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. ഇപ്പോൾ കഴ്സൺ എന്തായാലും ബംഗാളിനെ വിഭജിച്ചു വെച്ചു. അപ്പോൾ ആ ബംഗാൾ ദിനത്തിനെതിരെ ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി. ബംഗാൾ ദിനത്തിനെതിരെ ബംഗാളിൽ തന്നെ ഒരു ജാഥ നടന്നു. അപ്പോൾ ബംഗാൾ ദിനത്തിനെതിരെ ബംഗാൾ നടന്ന ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രശസ്തനായ ഒരു ഇന്ത്യൻ കവിയുണ്ട്. പ്രശസ്തനായ ഇന്ത്യൻ കവി ആരാ? അത് നമ്മുടെ ടാഗോർ അല്ലാതെ മറ്റാരാ അല്ലേ? അപ്പോൾ ബംഗാൾ ദിനത്തിനെതിരെ കൽക്കട്ട തെരുവിലൂടെ ജാഥ നയിച്ച പ്രശസ്തനായ ഇന്ത്യൻ കവി ആരെന്ന് വെച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ ദിനത്തിനെതിരെ കൽക്കട്ട തെരുവിലൂടെ ജാഥ നയിച്ച പ്രശസ്തനായ ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഈ ബംഗാൾ ദിനം നടക്കുമ്പോൾ ആ ബംഗാൾ ദിനത്തിനെതിരെ കോൺഗ്രസ് ചില പുതിയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ബംഗാൾ ദിനത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനങ്ങളായിരുന്നു സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും. കോൺഗ്രസ് സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും ആരംഭിക്കാനിടയ്ക്ക് സംഭവം എന്ത്? ബംഗാൾ ദിനം അല്ലേ? അപ്പോൾ ബംഗാൾ ദിനമാണ് കോൺഗ്രസ് സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും ആരംഭിക്കാനിടയാക്കിയ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ 1905 ബംഗാൾ ദിനം നടന്ന ആ വർഷം കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് ബനാറസിൽ വെച്ചാണ്. ആ ബനാറസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ബംഗാൾ ദിനത്തിനെതിരെ സ്വരാജ് പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും. അപ്പോൾ സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും ഒക്കെ ആരംഭിക്കാൻ കോൺഗ്രസ് ബംഗാൾ ദിനത്തിനെതിരെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് 1905 കോൺഗ്രസിൻ്റെ ബനാറസ് സമ്മേളനം.
അപ്പോൾ ആ ബനാറസ് സമ്മേളനവും അതിന് അധ്യക്ഷം വഹിച്ച ആളിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ എന്തുവാണ്, 1904 ചില സംഭവ വികാസങ്ങളാണ് പ്രധാനമായി പറഞ്ഞു തുടങ്ങിയത്. കഴ്സനെ കുറിച്ച് പറഞ്ഞു വന്നത് അങ്ങനെയാണ്. കഴ്സൺ 1904 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിച്ചു, അല്ലേ. കഴ്സൺ പിന്നെ കോയിനേജ് ആൻഡ് സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവന്നു. ഞാൻ ഹിമാലയത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുവാനല്ല ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞ കഴ്സനാണ്, അത് പറഞ്ഞു. അങ്ങനെ 1904 പിന്നെ 1904 അഭിനവ് ഭാരത് രൂപീകരിച്ചു. BD സവർക്കറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗണേഷ് സവർക്കറും ചേർന്നിട്ട് മിത്രമണ്ഡലം എന്ന സംഘടന രൂപീകരിച്ചു. ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതി BD സവർക്കർ. മാഡം ബിക്കാച്ചി കാമയുമായി ചേർന്നിട്ട് ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു 1911, അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളത് എല്ലാ തരത്തിലും ഏത് രീതിയിൽ നമ്മുടെ PSC എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. കാരണം നമ്മൾ ഒരു 3-4 മാസത്തിനുള്ളിൽ PSCയുടെ LDC പരീക്ഷ അഭിമുഖീകരിക്കാൻ പോവാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഹിസ്റ്ററിയിൽ നിന്ന് മാർക്ക് നേടാൻ പറ്റണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് കൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ പ്രയോജനം ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അവരും PSC പരീക്ഷ എഴുതിയെടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അവർക്കും ഇത് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. നിങ്ങൾ അവരോട് അവർക്ക് ലൈക്ക് ചെയ്യാനായിട്ട് അവരോടും പറയുക, ഷെയർ ചെയ്യുക. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ 1905 ബനാറസ് സമ്മേളനവും ആ ബനാറസ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയിലേക്കും പോകാം.